ഗായ്സ്, ഇന്ന് കിച്ചണിലെ ഒരു ഡെയിലി വ്ലോഗ് വീഡിയോയാണ്. അപ്പം ഞാനും രാവിലെ ഏട്ടനും കിച്ചിക്കുട്ടിനും കാശിക്കുട്ടിനും മാത്രമുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അച്ഛയും അമ്മയും അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് വെളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ആൻറ്റിയുടെ കൂടെ മൂത്ത നാത്തുൻ്റെ വീട്ടിലോട്ട് പോയേക്കുവാണ് എറണാകുളവേ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടാലോ? ഇന്ന് പൊതിച്ചോറ് റെസിപ്പിയുടെ വീഡിയോ ഒക്കെ ഉണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം തലേദിവസം രാത്രിയാണ്, അതായത് കിച്ചുക്കുട്ടൻ ഞായറാഴ്ച എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് കിച്ചുക്കുട്ടനെയും കാശിക്കുട്ടനെ ഉറക്കിയതിന് ശേഷം ഞാൻ നാളത്തേക്കിനുള്ള തേങ്ങയും ചിരണ്ടി വെച്ച് ബീറ്റ്റൂട്ടൊക്കെ അരിയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ കിച്ചുക്കുട്ടനെ കൊണ്ടുവരാൻ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാം പാത്രം എല്ലാം കഴുകി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല രാത്രിയിൽ. അപ്പോഴത്തേക്കും അവരെ ഉറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ക്രിക്കറ്റ് കളി കാണുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ എന്നാൽ ബീറ്റ്റൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചേക്കാന്ന് പറഞ്ഞ് അറിയാൻ വേണ്ടി വന്നിരിക്കുവാണെങ്കിൽ പിന്നെ കാശി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ രാവിലെ പിന്നെ ഒന്നും ചെയ്ത് നടക്കത്തില്ല. സമയം 11:30 ആയി കേട്ടോ. അപ്പോൾ ഞാൻ അരിയാൻ പോവുകയാണേ. കുറച്ചൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കിന് എളുപ്പമുണ്ടല്ലോ. സാധാരണ ദിവസം കാശി ഞാൻ എഴുന്നേറ്റ് പോരുന്ന പുറകെ എഴുന്നേറ്റൊക്കെ പോകുന്നു. പിന്നെ ഭയങ്കര ബഹളമൊക്കെയാണ്. അപ്പോൾ പിന്നെ അച്ഛൻ അമ്മ ഉള്ളതുകൊണ്ട് അടുക്കളയിൽ പണിയൊക്കെ അവരാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ വെളുപ്പിന് 5:45 കേട്ടോ. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് കാശി ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ അവൻ കണ്ണ് തുറന്നു. ഞാൻ പിന്നെ പതുക്കെ പമ്മി കഥയൊക്കെ അടച്ച് ഞാൻ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ കാഴ്ചകളൊക്കെയാണ്. ഞാൻ ഒത്തിരി നാളായിട്ട് ഈ സമയത്തൊക്കെ എഴുന്നേറ്റിട്ട്. കാരണം കാശി അറിയാലോ എല്ലാവർക്കും, വൈകിട്ടൊക്കെ പാലുകൂടിയും ഒക്കെ ആയിരിക്കും, ഉറക്കമൊന്നും കാണത്തില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലകറക്കവും പ്രശ്നങ്ങളും ഒക്കെയാണ്. അപ്പോഴത്തേക്കും ഒരു 7:30 ആകുമ്പോഴല്ലേ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അച്ഛയും അമ്മയൊക്കെ വെളുപ്പിന് എഴുന്നേക്കുന്ന സ്വഭാവമൊന്നുമില്ല. ഇവിടെ ആരും അങ്ങനെ വെളുപ്പിന് എഴുന്നേക്കത്തില്ലേ. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ അച്ഛയൊക്കെ എഴുന്നേക്കും. ഇനി പൊതി വല്ലതും കൊണ്ടുപോകണമെങ്കിൽ മാത്രം 6 മണി അല്ലെങ്കിൽ 6:30 ആകുമ്പോൾ എഴുന്നേക്കും. പിന്നെ അവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നതുകൊണ്ട് പണിയൊക്കെ പെട്ടെന്ന് തീരും. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് കിടന്നാലും കാശ് എന്നെ വിടത്തില്ല. അങ്ങനെ പിന്നെ എഴുന്നേറ്റ് പോകുന്ന പിന്നെ അവൻ ഭയങ്കര ബഹളമായിരിക്കും. എന്നിട്ട് സാധാരണ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ രാവിലെ തുടയ്ക്കാനും തൂത്തുവാരനും ഒക്കെ കാണും. വീട് മൊത്തം അഴുക്കായിട്ടായിരിക്കും കിടക്കുന്നത്. അതെല്ലാം കഴിയാതെ ഞാൻ പിള്ളേരെ താഴെ ഇറക്കത്തില്ല. അതെൻ്റെ ഒരു ശീലമായിപ്പോയി കേട്ടോ. ഇതിപ്പോൾ തലേദിവസം ഞാൻ പറഞ്ഞില്ല, കിച്ചുക്കുട്ടനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പോകുന്ന സമയത്തിന് തന്നെ അതിന് മുന്നേ ഞാൻ രാവിലത്തെ അച്ഛയമ്മയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തൂത്തുവാരി തുടച്ചെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കുണ്ടോ രാവിലെ എഴുന്നേറ്റാലും ഞാൻ എങ്ങനെ വൃത്തിയാക്കിയിട്ടോ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇന്ന് തൂത്തുവാരേണ്ടി പോലും വന്നിട്ടില്ല കേട്ടോ. അതൊക്കെ ഇനി വൈകുന്നേരത്തേക്കിനേ ഉള്ളൂ. വെളിയിൽ അതുപോലെ തന്നെ നമ്മൾ പട്ടിയും പൂച്ചൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ടെന്നുകൊണ്ട് തിണ്ണയെല്ലാം നല്ല വൃത്തിക്കാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോഴത്തെ രാവിലത്തെ കാഴ്ചകളാണ് ഇത്. എനിക്കിങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം. വീട് എപ്പോഴും നമ്മുടെ അടുക്കള ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പൂജാമുറി പോലെ നോക്കേണ്ട സംഭവമാണ്. ഒരു തരി പോലും ഞാൻ നിലത്തിട്ട് ശീലിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ കട്ടൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചു, അടുപ്പേ തീ കത്തിച്ച് കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കാപ്പി കുടിക്കാനായിട്ടുള്ള സമയമായി. അപ്പോൾ കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷം കിട്ടുമല്ലോ. ആ സമയത്തൊക്കെ കാശി ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ പോയി ഒന്ന് തട്ടിക്കൊടുത്തിട്ടൊക്കെ പിന്നെ തിരിച്ച് വന്നതാണ്. അപ്പോൾ രാവിലെ എണ്ണ എഴുന്നേറ്റിട്ടില്ല. അപ്പോഴത്തെ പിന്നെ കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരു കൈ ഫോണും പിടിച്ച് ഇതൊന്നും നടക്കത്തില്ല. ഞാൻ പിന്നെ ഇത് അരി ഇടാൻ നേരത്ത് ഫോൺ ഒരു പാട്ടയുടെ മണ്ടയിൽ ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ശരിക്കും കാണത്തൊന്നും ഇല്ലല്ലേ, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും. അപ്പോഴത്തേക്ക് വേണ്ട മെഴുക്കുവരട്ടിക്ക് ഞാൻ ആദ്യമേ സവോളയും നമ്മുടെ പച്ചമുളകും കൂടെ തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വഴറ്റി കഴിഞ്ഞ് കുറച്ച് വഴണ്ട് വന്നു കഴിഞ്ഞിട്ട് കേട്ടോ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി അത് നല്ല മുരിച്ച് എടുക്കുന്ന പോലെ എടുക്കണം. നല്ല ടേസ്റ്റുള്ള ഇത് ചമ്മന്തിക്കുള്ളതാണേ. ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും പിന്നെ ഒരു കുറച്ച് വാളംപുളിയും നമ്മുടെ മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് കരിയാപ്പില ഇടാൻ ഞാൻ മറന്നു പോയത്, രണ്ടാമത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പൊതിച്ചോറ് കൊടുത്ത് വിടാമെന്ന് വെച്ചേ. രാവിലെ പറഞ്ഞു കൊച്ചുങ്ങളെയും കൊണ്ട് പാടില്ല, നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. എന്നാലും നമുക്കെങ്ങനെ കൊടുത്ത് വിടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോഴത്തേക്ക് ഇന്ന് എൻ്റെ സാമ്രാജ്യമാണല്ലോ അടുക്കള. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ രാവിലെ തന്നെ പൊതിച്ചോറും കൂടെ കൊടുത്ത് വിടാമെന്ന് ഓർത്ത്. അപ്പോൾ എല്ലാം ചടപട എന്നെ ആരും ശല്യപ്പെടുത്തി ഇല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് എല്ലാം ചെയ്യും കേട്ടോ. എനിക്ക് നല്ല സ്പീഡുണ്ട്. അതെൻ്റെ ഒരു അഹങ്കാരമായിട്ട് തന്നെ ഞാൻ പറയുന്നു കേട്ടോ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും നമുക്കിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഇടയ്ക്ക് നമ്മുടെ പിള്ളേർ വന്നിങ്ങനെ ബഹളം വെക്കുമ്പോൾ ആ പണി നമ്മൾ ഇട്ടിട്ട് പോകത്തില്ല. അന്നേരം ഭയങ്കര ദേഷ്യം വരുന്നു എനിക്ക്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി. അടുത്തത് വേണ്ട മുട്ട പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. ചെറിയുള്ളിയും പച്ചമുളകും കുരുമുളക് പൊടി ഉപ്പും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് ഒരുവിധം ശരിയായി വരുന്നുണ്ട്. സാധാരണ കാശി ഞാൻ പറഞ്ഞില്ല, കാശി ഭയങ്കര ബഹളമായിരിക്കും രാവിലെ. അതുകൊണ്ട് അവൻ്റെ ഉറക്കം പോകാതെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, അങ്ങനെയാണ്. പക്ഷേ ഇന്നെന്തോ ഭാഗ്യം കൊണ്ട് കാശി ഞാൻ എഴുന്നേറ്റ് പോന്നു കഴിഞ്ഞ് ഒന്ന് അനങ്ങിയിട്ടൊക്കെ എഴുന്നേറ്റിട്ട് പിന്നെ വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ട്. അപ്പോഴത്തേക്കും മുട്ടയും വറുത്തും അടുത്ത് നമ്മുടെ ഉണക്കച്ചെമ്മീനില്ല, ഉണക്കച്ചെമ്മീൻ ഞാൻ കഴുകി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വെച്ചിട്ട് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊതിച്ചോറിനൊന്നും മീനൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ മീനൊന്നും വാങ്ങിക്കാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ മീനിൻ്റെ എന്തെങ്കിലും ഒരു അംശം പൊതിച്ചോറ് കൊടുത്തു വിടുമ്പോൾ വേണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അത് ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് വേണ്ട കാശി ഒരു രക്ഷയില്ലാതെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്.
നേരം പിന്നെ കാശിനെയും കൊണ്ട് പോയി ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്തിന് ഞാൻ ചായയും വെച്ചിട്ടുണ്ട്. ഞാൻ പാലിട്ടിട്ട് പാല് വെച്ചിട്ട് അന്നേരം തന്നെ തേയില ഇട്ട് കൊടുക്കുക. അന്നേരത്തേക്ക് തേയിലയൊക്കെ വെന്ത് നല്ലൊരു ടേസ്റ്റ് വരും ചായക്ക്. എനിക്ക് ആ ചായയാണ് ഇഷ്ടമേ. അപ്പോൾ ചായ തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഇല വാട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് കാശി ബഹളം വെച്ചപ്പോൾ ഒന്ന് പോയി കുറച്ച് നേരമൊക്കെ എടുത്ത് പിന്നെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടാണ് കേട്ടോ വന്നത്. അല്ലെങ്കിൽ ഇതിലും പെട്ടെന്ന് കഴിഞ്ഞേനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട ഞാൻ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ. കാശി വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് വരുവാണ്. പിന്നെ ഞാൻ അവനെ എടുത്തൊന്ന് സമാധാനിപ്പിച്ചിട്ട് പിന്നെയും കൊണ്ട് അവിടെ നിർത്തിയേ. പിന്നെ വലിയ പ്രശ്നം ഇല്ലായിരുന്നതുകൊണ്ട് അവിടെ പോയി നിന്ന് കേട്ടോ. ആ സമയത്ത് എല്ലാം ചടപടയെന്ന് പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് പറ്റി. എനിക്ക് എല്ലാം അങ്ങനെ പെട്ടെന്ന് തീർത്തെടുക്കണേ ആ ഒരു സ്വഭാവമാണ് കേട്ടോ. എനിക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പണി ഇട്ടിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമില്ലേ. അപ്പോഴത്തേക്ക് വേണ്ട ദോശ റെഡി. നല്ല മുരിച്ചുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട ഇനി അടുത്ത് എന്നാന്ന് വെച്ചാൽ പപ്പടം വറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സമയം 7:30 എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലേട്ടനും കുളിച്ചിട്ടൊക്കെ വന്നു. രാവിലേട്ടനുള്ള ചായയും ദോശയും ഇന്നലത്തെ സാമ്പാർ ചൂടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ കൊടുത്ത് കഴിക്കാനായിട്ട്. രാവിലേട്ടന് പിന്നെ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് കൊടുത്താണ് കഴിക്കാൻ വേണ്ടിയില്ല. രാവിലെ കഴിക്കാതെയൊക്കെയാണ് പോകുന്നത്. പൊതിയൊന്നും കൊണ്ടുപോകത്തില്ല. ഇന്ന് ഞാൻ നിർബന്ധിച്ച് രണ്ടും കൊടുത്ത് വിട്ടു കേട്ടോ. ഒന്ന് കഴിപ്പിച്ചും വിട്ട് പൊതിയും കൊടുത്തിട്ട്. അപ്പോൾ ചോറ്, മുട്ട വറുത്തത്, ഉണക്കച്ചെമ്മീൻ നമ്മുടെ വറുത്തത്, ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടി, ചമ്മന്തി, ഇഞ്ചി അച്ചാർ കൂടെ പപ്പടവും കൂടെ കൊടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ പൊതി ഞാൻ കെട്ടിയാൽ ശരിയാകത്തില്ലെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് രാവിലേട്ടനെ കൊണ്ട് തന്നെ കെട്ടിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അത് പൊട്ടി പോവുകയാണെങ്കിൽ തന്നെ അടി നമ്മുടെ പേപ്പർ വാഴയിൽ വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാളത്തെ പരിപാടിക്ക് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ വേണ്ട പൊതിയും റെഡി ആയിട്ടോ. നമ്മുടെ മലയാളികളുടെ ഒരു വികാരമാണല്ലോ പൊതിച്ചോറല്ലേ. അപ്പോഴത്തേക്ക് വേണ്ട പൊതി കെട്ടി രാവിലേട്ടൻ പോവുകയാണ്. 7:45 കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും എന്നിട്ട് പിന്നെ കാശിയുടെയും കിച്ചുക്കുട്ടൻ്റെയും പരിപാടികളൊക്കെയാണ്. പല്ലും തേപ്പിച്ച് അവരുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കുളിപ്പീരെല്ലാം കഴിഞ്ഞ് തലേ രാസ്നാദിപ്പൊടി ഇട്ട് ഉടുപ്പൊക്കെ മാറിക്കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനുള്ള പ്ലാനാണ്. സാധാരണ ഇതെല്ലാം താമസിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്നിപ്പം ഇങ്ങനെ ഞാൻ നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് എല്ലാം 8 മണിക്കുള്ളിൽ തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ്. നേരത്തെ എന്ന് പറഞ്ഞാൽ 5:45 കേട്ടോ എഴുന്നേറ്റത്. അത് വലിയ നേരത്തെ എല്ലാവർക്കും തോന്നുന്നു. എന്നാലും എന്നെ സംബന്ധിച്ച് നേരത്തെയാണ് കേട്ടോ. അപ്പം എന്നാലും ചടപടയെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം കഴിക്കാനും കൊടുത്തു കഴിഞ്ഞ് പാത്രം കൂടെ കഴുകാൻ വേണ്ടിയുള്ളൂ. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ല വേറെ ക്ലീനിങ് പരിപാടികളൊന്നുമില്ല. എല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തന്നെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ ചെയ്തിടുന്നോ ആ ഒരു ഇത് തന്നെ കിടക്കില്ല. എല്ലാവരും ഉള്ളപ്പോൾ അത് നടക്കത്തില്ലല്ലോ. അപ്പോഴത്തേക്കുണ്ടോ എല്ലാം അന്നേരം ചെയ്താൽ പോകുന്നു. ഒരു തരി പോലും നിലത്തും ഇടത്തില്ല. അങ്ങനെ ശീലിച്ചത് കൊണ്ട് എല്ലാം എളുപ്പമാണ്. പിന്നെ ആകെപ്പാടെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പാത്രം കഴുകാൻ മാത്രമേ അതും കഴുകിക്കഴിഞ്ഞു. ഇതുകൊണ്ടത് എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ ഇന്നലെ കൈയിട്ട തുണിയും വെയിലത്ത് പെറുക്കിയിട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ തൂക്കുന്നത് കാണാത്തത് കൊണ്ട് കിച്ചുകൂട്ടൻ ചൂലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചുമ്മാ കാണിക്കുന്നതാണ്. അവിടെ ഒന്നും കിടപ്പില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ കാശി ഉറങ്ങി കഴിയുമ്പം തുണി അലക്കി കുളിച്ചാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് കാശീനെ ഉറക്കിയിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാത്റൂമിൽ തന്നെ അലക്കുകളുണ്ട് വേറെ. അപ്പോൾ തുണിയെല്ലാം അലക്കി കുളിയും കഴിഞ്ഞ് വന്ന് ഇനി വിരിച്ചിട്ട് വരാവേ. തുണി വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് കാശി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഓർക്കപ്പിച്ചയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. കിച്ചുകുട്ടൻ ടാറ്റ പറയുന്നുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു ഗായ്സ്.